ഹായ്, ഞാൻ നിസാൻ മാഗ്നറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടി. ഒരുപാട് ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസും ചോദിച്ചു. എനിക്ക് പറ്റും പോലെ ഞാൻ റെസ്പോണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ചുകൂടെ എൻ്റെ ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉൾപ്പെടുത്തി വാഹനത്തിനെ കുറിച്ച് മൊത്തത്തിലൊരു ഓവറോൾ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഓവറോൾ ഒരു റിവ്യൂ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് ലെങ്ത് ആയിരിക്കും. എന്നാലും വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാനിത് തുടങ്ങുന്നതിന് മുന്നേ ജനറലായിട്ട് നിസാനെ കുറിച്ചൊരു 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, നിസാൻ ഇന്ത്യയിൽ ഇറക്കുന്ന വാഹനങ്ങളൊന്നും നിസാൻ്റെ സ്വന്തം വാഹനങ്ങളല്ല. റെനോയും നിസാനും ചേർന്ന് ഒരുമിച്ചാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അവർക്ക് ചെന്നൈയിൽ ഒരു പ്ലാന്റ് ഉണ്ട്. ഈ ഒരു പ്ലാന്റിലാണ് നിസാൻ്റെയും റെനോയുടെയും എല്ലാ വാഹനങ്ങളും നിർമ്മിക്കുന്നതും ഇന്ത്യയിൽ വിൽക്കുന്നതും പുറത്തേക്ക് സെയിൽ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ വാഹനങ്ങളും ചെന്നൈ പ്ലാന്റിലാണ് നിർമ്മിക്കുന്നത്. രണ്ട് ബ്രാൻഡായിട്ടാണ് സെയിൽ ചെയ്യുന്നതെങ്കിലും ഒരേ പ്ലാന്റിൽ ഉണ്ടാക്കുന്ന ഒരേ സ്പെയർ പാർട്സ് എല്ലാം യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന വണ്ടികളാണ്. ഇത് പണ്ട് മുതലുള്ളതാണ്. അതായത് നിസാന് സണ്ണി എന്നൊരു വാഹനം ഉണ്ടായിരുന്നു. അതിന് നേരെ റെനോയുടെ വേർഷനാണ് റെനോ സ്കാല എന്നൊരു വാഹനം. അത്ര ഹിറ്റായില്ല, പക്ഷേ സണ്ണി അത്യാവശ്യം ഹിറ്റായി. റെനോ ഡസ്റ്റർ അത് ഹിറ്റായ ഒരു വാഹനമാണ്. അതിൻ്റെ തന്നെ കൗണ്ടർ പാർട്ടാണ്. അതുപോലെ റെനോയുടെ ഡസ്റ്റർ എന്നൊരു വാഹനം ഉണ്ടായിരുന്നു. ആ ഡസ്റ്ററിൻ്റെ നിസാൻ്റെ പതിപ്പാണ് നിസാൻ ടെറാനോ. അപ്പോൾ ടെറാനോ അധികം ഹിറ്റായില്ല. റെനോ ഡസ്റ്റർ സൂപ്പർ ഹിറ്റ് ആയിരുന്നു ആ ഒരു പീരീഡിൽ. അതുപോലെ തന്നെ നിസാൻ്റെ മൈക്ര എന്നൊരു ഹാച്ച് ബാക്ക് ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം ഹിറ്റായ വണ്ടിയാണ്. അതിൻ്റെ തന്നെ ഒരു റെനോയുടെ പതിപ്പ് ഉണ്ടായിരുന്നു, റെനോ പൾസ് എന്ന് പറഞ്ഞ സാധനം. അത് അത്ര ഹിറ്റായില്ല. റീസെൻ്റ് ആയിട്ടുള്ള വണ്ടിയാണ് നിസാൻ മാഗ്നൈറ്റ്. അതിൻ്റെ തന്നെ റെനോയുടെ വേർഷനാണ് റെനോ കൈഗർ. ഇത് രണ്ടും എക്സാക്ട്ലി ബേസിക്കലി സെയിം വണ്ടി തന്നെയാണ്. സെയിം പ്ലാറ്റ്ഫോം, സെയിം എൻജിൻ, സെയിം സ്പെയർ പാർട്സ് എല്ലാം സെയിം ആണ്. ജസ്റ്റ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ്, അതായത് ഇന്റീരിയറിലെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസും എക്സ്റ്റീരിയറിലെ ഡിസൈൻ ചേഞ്ചസും മാത്രമാണ് ഇതിനകത്തുള്ളൂ. നിസാൻ മാഗ്നറ്റിന് 2 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നാച്ചുറലി ആസ്പിറേറ്റഡ് നോൺ ടർബോ എഞ്ചിനും ഒന്ന് ഒരു ടർബോ എഞ്ചിൻ. ഇത് രണ്ടും 1 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ പലരും വിചാരിച്ചിരിക്കുന്ന ഈ 1 ലിറ്റർ നോൺ ടർബോ എഞ്ചിൻ, നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനകത്ത് ടർബോ ചാർജർ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ടർബോ വേരിയൻ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്നതെന്നാണ്. പക്ഷെ അത് എക്സാക്ട്ലി അങ്ങനെയല്ല. അതായത് ഇത് രണ്ടും 2 എഞ്ചിനാണ്. ഇതിൽ നോൺ ടർബോ എന്ന് പറയുന്ന 1 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് റെനോ ഡെവലപ്പ് ചെയ്ത റെനോയുടെ എഞ്ചിനാണ്. അതായത് റെനോയുടെ ക്വിഡ് പോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എഞ്ചിൻ റീട്യൂൺ ചെയ്തിട്ടാണ് നിസാൻ മാഗ്നറ്റിലും കൈഗറിലും ഒക്കെ ഉപയോഗിക്കുന്നത്, റെനോ കൈഗറിലൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നിസാൻ തന്നെ ഡെവലപ്പ് ചെയ്ത എഞ്ചിനാണ് നിസാൻ്റെ 1 ലിറ്റർ ടർബോ എഞ്ചിൻ. അതാണ് ടർബോ ആയിട്ട് കൈഗറിലും നിസാൻ മാഗ്നറ്റിലെല്ലാം ഉപയോഗിച്ചു വരുന്നത്. അപ്പോൾ ഇതിൽ ബെറ്റർ എഞ്ചിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നിസാൻ്റെ എഞ്ചിൻ തന്നെ. കാരണം അത് കുറച്ചുകൂടി അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്ത് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തിരുന്ന കുറച്ചുകൂടെ മികച്ച ഒരു എഞ്ചിനാണ് നിസാൻ്റെ ടർബോ എഞ്ചിൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ടർബോ ഉപയോഗിക്കുന്ന നിസാൻ്റെ അല്ലെങ്കിൽ കൈഗർ യൂസ് ചെയ്തിട്ടൊന്നും അധികം കംപ്ലയിൻസ് ഒന്നും എഞ്ചിനെ കുറിച്ചും എൻജിനെ കുറിച്ചൊന്നും പറയാത്തത്. കാരണം എൻ്റെ ഡിഫറെൻറ്റ് എഞ്ചിനാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തത്, ഈ നിസാൻ മാഗ്നൈറ്റ് എന്ന വാഹനം ആക്ച്വലി അത് നിസാൻ്റെ ബ്രാൻഡിൽ ഇറക്കേണ്ട ഒരു വാഹനമായിരുന്നില്ല. നിസാന് നേരത്തെ ഒരു 4-5 വർഷം മുന്നേ വരെയും ഡാറ്റ്സൺ എന്ന ബ്രാൻഡ്, ഡാറ്റ്സൺ ഗോ, റെഡിഗോ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിസാൻ്റെ എൻട്രി ലെവൽ ഹാച്ച് ബാക്ക് പോലത്തെ ചെറിയ വണ്ടികളൊക്കെ ഇറക്കാനായിട്ട് ഒരു ഡെവലപ്പ് ചെയ്തൊരു ഡിവിഷനാണ് ഡാറ്റ്സൺ എന്ന് പറയുന്നത്. അതിപ്പോൾ ഇന്ത്യയിൽ ഇല്ല. അപ്പോൾ ഡാറ്റ്സൻ്റെ ബ്രാൻഡിൽ ഇറങ്ങാനിരുന്നൊരു വാഹനമാണ് നിസാൻ മാഗ്നൈറ്റ്. റെഡിഗോ എന്ന് പറഞ്ഞൊരു വണ്ടി ഇറങ്ങിയിരുന്നു. അതും നിസാൻ മാഗ്നൈറ്റിൻ്റെ ഫ്രണ്ടും ആ വണ്ടിയുടെ ഫ്രണ്ട് ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഇത് രണ്ടും ഏകദേശം സെയിം ആണ്. ഹെഡ് ലാമ്പ് യൂണിറ്റ് സെയിം, ഡിക്റ്റോ സെയിം ആണ്, ഗ്രില്ല് ഡിക്റ്റോ സെയിം ആണ്, എൽ ഷേപ്പ് DRL അത് സെയിം ആണ്. ആ ഫ്രണ്ട് പ്രൊഫൈല് സൈസ് ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ വണ്ടി ഡിസൈൻ എക്സാക്ട്ലി സെയിം ആണ്. അപ്പോൾ ഡാറ്റ്സൺ മാഗ്നൈറ്റായിട്ട് ഇറങ്ങാനുള്ള വണ്ടിയാണ്. ഡാറ്റ്സൺ നിർത്തിപ്പോയതുകൊണ്ട് നിസാൻ്റെ ബ്രാൻഡിൽ ഇറങ്ങിയെന്ന് മാത്രം. അതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നമുക്ക് നിസാൻ മാഗ്നൈറ്റിൻ്റെ 4 വർഷത്തെ എക്സ്പീരിയൻസിലും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളും നെഗറ്റീവ്സും പോസിറ്റീവ്സും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് ഓരോ ഏരിയ വെച്ചിട്ട് കവർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എഞ്ചിൻ. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നാച്ചുറലി ആസ്പിറേറ്റഡ് 1 ലിറ്ററിൻ്റെ എഞ്ചിനാണ്. അതായത് നോൺ ടർബോ വേരിയൻറ്റ്, മാനുവൽ ട്രാൻസ്മിഷനാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് MT വെർഷനുണ്ട്. അതുപോലെ തന്നെ മാഗ്നൈറ്റിനെ പറഞ്ഞ പോലെ ടർബോ വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 7 ലക്ഷം, 6.25 ലക്ഷം മുതൽ 14 ലക്ഷം രൂപ വരെ പോകും ടോപ്പ് എൻഡ്. ടർബോ വേരിയൻറ്റിനൊക്കെ 14 ലക്ഷം രൂപ ടോപ്പ് എൻഡ് വരും. 1 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഫാമിലി യൂസിന്, സിറ്റി യൂസിന്, അധികം ലോങ് ഒന്നും പോകാത്ത ഹൈവേ ഒന്നും അധികം ഉപയോഗിക്കാത്ത ആളുകൾക്ക് പറ്റിയൊരു എഞ്ചിൻ ഓപ്ഷനാണ്. ഇത് നമ്മൾ അധികം പവറൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു ഇൻസ്റ്റൻറ്റ് പവറൊന്നും, ഒരു ഓവർടേക്ക് ഒക്കെ ചെയ്ത് പെട്ടെന്ന് കയറി പോകുമെന്ന് ചിന്തിക്കരുത്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തുടക്കത്തിൽ നിന്ന് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഒന്നും ഒരു ജമ്പ് പോലെ കാണിക്കെങ്കിലും വണ്ടി കയറില്ല. ഞാൻ പറഞ്ഞത് ഇത് റെനോയുടെ ഒരു എൻട്രി ലെവൽ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു റിഫൈൻമെൻറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അതായത് അത്ര റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനല്ല, എന്നാൽ വളരെ മോശമല്ല.
ക്യാബിനകത്തേക്ക് നമ്മൾ നല്ല രീതിയിൽ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ഒക്കെ ഒന്ന് റേസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് സൗണ്ട് അകത്തേക്ക് കേൾക്കും. അതെല്ലാം നമുക്ക് പ്രൈസ് പോയിന്റില്ല. അതായത് 1 ലിറ്റർ നോൺ ടർബോ എന്ന് പറയുമ്പോൾ 7 ലക്ഷം രൂപയ്ക്ക് ഇത്രയും വലിയ വണ്ടി, അപ്പോൾ നമുക്ക് സൗണ്ടിൻ്റെ ഒന്നും വലിയ കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ടർബോന് ഞാൻ പറഞ്ഞ പോലെ എഞ്ചിൻ എൻ്റെ വേറെ എഞ്ചിനാണ്, നിസാൻ ഡെവലപ്പ് ചെയ്ത നിസാൻ്റെ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഈ പറഞ്ഞ NVH, അതായത് ഈ സൗണ്ട് വൈബ്രേഷൻ ഈ കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അതുപോലെ തന്നെ പവർ, നല്ല പവറുണ്ട് 1 ലിറ്റർ ടർബോയ്ക്ക്. 1 ലിറ്റർ ടർബോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്ക് കുറച്ച് വില കൂടി വണ്ടികളുണ്ട്. അതായത് ഇപ്പോൾ എന്താ പറയുക, ഈ 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന കിയ സോണറ്റ്, അതുപോലെ ഫ്രോങ്സ്, അല്ലെങ്കിൽ i20, സ്വിഫ്റ്റ്, ഇതുപോലുള്ള വണ്ടികളുടെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇതിൽ ടർബോ ഉണ്ടാകുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ പവർ നമുക്ക് പെട്ടെന്ന് കിട്ടും. അത്യാവശ്യം ഹൈവേ ഓട്ടോ, അത്യാവശ്യം പവർഫുൾ ആയിട്ട് ലോങ് ഓട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ CVT ടർബോ അല്ലെങ്കിൽ മാനുവൽ ടർബോ എഞ്ചിനുള്ള ഓപ്ഷൻ മാത്രമേ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് വെറുതെ പിന്നീട് അതിനെക്കുറിച്ച് ഖേദിക്കേണ്ടി വരും. യൂസർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു. എനിക്കിപ്പോൾ തോന്നുന്നുണ്ടായിരുന്നു ടർബോ എടുത്താൽ മതിയായിരുന്നു ചില സാഹചര്യങ്ങൾ. ഓവർടേക്കിങ് ഭയങ്കര ശോകമാണ്. അതാണ് എനിക്കിൻ്റെ സൈഡിൽ നിന്ന് പറയാനുള്ളത്. പിന്നെ അടുത്ത് ഗിയറാണ്. അപ്പോൾ ഞാൻ മാനുവൽ ഗിയറിൻ്റെ കാര്യം പറയും. ഓട്ടോമാറ്റിക് ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ AMT എടുക്കാതിരിക്കുന്നതാണ്. AMT കട്ട ശോകമാണ്. അത് ലേഡീസിനൊക്കെ ചിലപ്പോൾ എൻട്രി ലെവലിൽ ആദ്യമായിട്ട് വണ്ടി വാങ്ങുന്നവർക്കോ ഒക്കെ ഒന്ന് ചിലപ്പോൾ കുഴപ്പമൊന്നും തോന്നില്ല. പക്ഷേ വേറെ ഓട്ടോമാറ്റിക് വണ്ടി ഓടിച്ചിട്ടുള്ളവർക്കൊക്കെ ഇതിലേക്ക് കയറുമ്പോൾ ഭയങ്കര മോശം എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിസാൻ്റെ ടർബോ CVT എടുക്കുക, അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അടുത്തത് ഗിയർ ഓപ്ഷൻ. ഗിയർ മാനുവലിൻ്റെ കാര്യം ഞാൻ പറയാം. മാനുവൽ ഗിയറിൻ്റെ കാര്യം, മാനുവൽ ഗിയർ ഒരിക്കലും ബട്ടർ സ്മൂത്ത് അല്ല. നമുക്ക് ഈ പറഞ്ഞ ഹ്യുണ്ടായി വണ്ടികളിലോ അല്ലെങ്കിൽ മാരുതി വണ്ടികളിലോ അല്ലെങ്കിൽ കിയ വണ്ടികളിൽ കിട്ടുന്ന പോലെ ഒരു വിരൽ കൊണ്ട് തട്ടിയിടാവുന്ന ഗിയറല്ല നിസാൻ മാനുവലിൻ്റെ. അത്യാവശ്യം ഹാർഡാണ്, ഒരു പിടുത്തമുണ്ട്. അത് കുറച്ച് പല സമയത്തും ചിലപ്പോൾ നമുക്ക് ഈ നല്ല സ്റ്റീപ്പായിട്ടുള്ള ഹൈ റേഞ്ചിലൊക്കെ ഏറ്റത്തിനിടയ്ക്ക് നമുക്ക് സെക്കൻഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്ന സമയത്തൊക്കെ ഒരു ലാഗ്, ഒരു പിടുത്തം വരും. അപ്പോൾ നമുക്കൊരു ടെൻഷനൊക്കെ ഉണ്ടാവും, ഗിയർ വീണില്ലെങ്കിലോ എന്നൊക്കെ ഓർത്ത്. ആ ഒരു ബലമുണ്ട് അതിന്. അതുപോലെ തന്നെ നിസാൻ മാഗ്നറ്റിക് നോൺ ടർബോയുടെ റിവേഴ്സ് ഗിയർ കട്ടശോകം. അതായത് ഇത് റിവേഴ്സ് ഇട്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴേക്കും വൈബ്രേഷനാണ്, വണ്ടി മൊത്തത്തിൽ വൈബ്രേറ്റ് ചെയ്യും. എന്നാൽ വണ്ടി നീങ്ങില്ല. നമ്മൾ നല്ല രീതിയിൽ ആക്സിലേറ്റർ കൊടുത്തിട്ട് ക്ലച്ച് ഇട്ടാലാണ് ഈ വണ്ടി ഇത് ബാക്കോട്ട്, അത് ഭയങ്കര ശബ്ദത്തോടു കൂടിയൊക്കെ ഒന്ന് ബാക്കോട്ട് കയറുള്ളൂ. റിവേഴ്സ് കയറ്റമൊക്കെ ആണെങ്കിൽ നല്ല ശബ്ദം, ആളുകൾ പേടിച്ചു പോകും. അതുപോലത്തെ ശബ്ദവും വൈബ്രേഷനും കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ സർവീസ് സെൻ്ററിൽ ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് എല്ലാ വണ്ടിക്കും ഉള്ളൊരു പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. അടുത്തത് ക്യാബിൻ. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ എൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ശോകം. ഒരു ഓൾട്ടോ ലെവലിലൊക്കെ ഉള്ളൊരു ക്വാളിറ്റിയാണ് എൻ്റെ ഇന്ത്യയിലുള്ളത്. ഒരിക്കലും നമുക്കൊരു പ്രീമിയം ഫീൽ, അതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റ് വണ്ടി ചിലപ്പോൾ ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടില്ല. പക്ഷേ നമ്മൾ കിയയുടെ ഒക്കെ വണ്ടിയിൽ അല്ലെങ്കിൽ ഹ്യുണ്ടായി വണ്ടികളിൽ കയറുമ്പോൾ നമുക്കൊരു പ്രീമിയം ഫീൽ തോന്നും. പ്ലാസ്റ്റിക് ക്വാളിറ്റി ഉണ്ട്, ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊണ്ടും ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീലും എല്ലാം നമുക്കൊരു പ്രീമിയം വണ്ടി പോലെയൊക്കെ തോന്നും. പക്ഷേ ഇതിലൊരിക്കലും നമുക്ക് തോന്നില്ല, ഒരു നോർമൽ പ്ലാസ്റ്റിക് ക്വാളിറ്റി ആണുള്ളൂ. പിന്നെ അതിൽ റാറ്റ്ലിംഗ് സൗണ്ടൊക്കെ ഉണ്ട്. ഈ റിഫ്ലക്ടർ ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ ഹൈവേയിൽ, ഇതിലൊക്കെ കയറുമ്പോൾ വണ്ടി ഫുള്ളായിട്ട് കുലുങ്ങുന്ന പോലെ പോകുന്നു. പിന്നെ അടുത്ത സ്റ്റിയറിംഗ് ആക്ച്വലി വളരെ ലൈറ്റാണ്. നമുക്ക് ഒരു വിരൽ കൊണ്ടൊക്കെ കറക്കാവുന്ന രീതിക്കുള്ള സ്റ്റിയറിംഗ് ആണ്, വലിയ ബലമൊന്നുമില്ല. പക്ഷേ സ്റ്റിയറിംഗ് റെസ്പോൺസ് അത് ശോകം. അതായത് നമുക്കൊരു ചില സമയത്ത് പവർ സ്റ്റിയറിംഗ് തന്നെയാണെന്ന് തോന്നിപ്പോകും. അത് പെട്ടെന്ന് നമുക്കൊരു കുഴി കണ്ട് പെട്ടെന്ന് ലെഫ്റ്റ് റൈറ്റ് ഒന്ന് വെട്ടിക്കണം എന്നൊക്കെ തോന്നി ഇത് പതുക്കെയാണ് ആവുള്ളൂ. നമ്മളെ തിരിക്കുന്ന ഒരു അഗ്രസീവായിട്ടുള്ളൊരു റെസ്പോൺസ് സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് കിട്ടില്ല. അടുത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ്, ഒന്നും പറയാനില്ല, സൂപ്പർ. ഞാനൊരു വലിയ മരക്കുറ്റിയുടെ മുകളിലൂടെയൊക്കെ വണ്ടി കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്, തടി തട്ടാതെ. ഞാനത് പാർക്ക് ചെയ്ത് കഴിഞ്ഞ് പലരും വന്ന് നോക്കുന്നുണ്ടായിരുന്നു ഈ വണ്ടി എങ്ങനെ അപ്പുറത്തെത്തിയെന്ന്. ഈ മരക്കുറ്റി തട്ടാതെ, അതായത് അത്രയ്ക്ക് ഹൈറ്റുള്ളൊരു മരക്കുറ്റിയായിരുന്നു. പക്ഷെ അതിലും തട്ടാതെ തന്നെ വണ്ടി ബാക്കിൽ കയറ്റിയിട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് അടിപൊളിയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇൻ ദി സെൻസ് പല വാഹനങ്ങളുടെ ഞാൻ എസ്പെഷ്യലി മാരുതിയുടെ പല വാഹനങ്ങൾ, അതായത് വിക്ടോറിയസിൽ അല്ലെങ്കിൽ അതുപോലെ ചില ബ്രാൻഡ്സിൻ്റെ വാഹനങ്ങൾ കണ്ടിട്ടുണ്ട്. താഴത്ത് വണ്ടിയുടെ അടിഭാഗത്ത് ഈ എക്സോസ്റ്റ് പൈപ്പ്, അതുപോലെ കുറേ പൈപ്പുകൾ അങ്ങനെ നീണ്ടു നിൽക്കുന്നു, താഴത്തേക്ക് തൂങ്ങി കിടക്കുന്നതൊക്കെ. നിസാൻ മാഗ്നറ്റിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് ഫ്ലാറ്റാണ്, എല്ലാം വെൽ അറേഞ്ച്ഡാണ്, അങ്ങനെ പുറത്തേക്ക് തള്ളിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഓഫ് റോഡ് കാര്യങ്ങളിലൊക്കെ വണ്ടി കൊണ്ടുപോകാം. അടി തട്ടുമെന്നുള്ള എൻ്റെ വണ്ടി ഇതൊരു അടി തട്ടിയിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത് ബ്രേക്കിന് ആക്ച്വലി നിസാൻ മാഗ്നറ്റിന് മൊത്തത്തിലൊരു കംപ്ലൈൻ്റ് ഉള്ളത് ബ്രേക്കിന് സൗണ്ട് കേൾക്കും. അത് ബ്രേക്ക് പാഡിനകത്ത് പൊടി കയറുന്നതാണ്. അതെല്ലാ മാഗ്നറ്റിനും തന്നെ ഉണ്ട്, ബ്രേക്ക് ചവിട്ടുമ്പോൾ ഒരു സൗണ്ട്. പക്ഷേ ബ്രേക്കിങ് അടിപൊളിയാണ്. ബ്രേക്കിങ് നല്ല ബൈറ്റുള്ള ബ്രേക്കാണ്, ചവിട്ടി അവിടെ തന്നെ നിൽക്കും. പക്ഷേ ചില സമയത്ത് അല്പം കൂടുതലാണെന്ന് തോന്നിപ്പോൾ. അത് ചെറിയ കുറഞ്ഞ സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ കാലുപ്പത്തൊക്കെ ചവിട്ടുമ്പോഴും പെട്ടെന്ന് ബ്രേക്ക് ആവും. അപ്പോൾ ബാക്കിലെ ആളുകളൊക്കെ ഇരിക്കുന്ന അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, സഡൻ ബ്രേക്ക് പോലെ വരും. അതെനിക്ക് വിഷയമായിട്ട് തോന്നുന്നുണ്ട്. ബാക്കി അല്ലാതെ ബ്രേക്കിൻ്റെ ബൈറ്റും സ്ട്രോങ് ബ്രേക്കാണ്, ചവിട്ടി അവിടെ നിന്നോളും. പിന്നെ അടുത്ത് സസ്പെൻഷൻ സ്റ്റിഫാണ് അത്യാവശ്യം. അത് സ്റ്റിഫാക്കാൻ, അതായത്
അത് എന്താണെന്ന് വെച്ചാൽ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് സോഫ്റ്റ് സസ്പെൻഷൻ കൊടുത്ത വണ്ടി എപ്പോഴും കോർണർ സ്റ്റെബിലിറ്റി ഒന്നും കിട്ടില്ല. കോർണറൊക്കെ വളയ്ക്കുമ്പോൾ വണ്ടി കൈ പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്റ്റിഫ് സസ്പെൻഷൻ, ഒരു ബലമുള്ള സസ്പെൻഷൻ കൊടുത്തത്. അതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇത് മോശം റോഡിൽ പോകുമ്പോൾ നമുക്കൊരു യാത്രാസുഖം കിട്ടില്ല. എപ്പോഴും ഒന്നാമത് നമ്മൾ ഈ റാറ്റ്ലിംഗ് സൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ പ്ലാസ്റ്റിക് മോശമായിട്ട് അതിൽ നിന്ന് സൗണ്ട് വരുന്നു. പിന്നെ സസ്പെൻഷൻ സ്റ്റിഫായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ചെറിയ ചെറിയ കുഴികളൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് അകത്ത് ക്യാബിനിൽ കിട്ടും. പാസഞ്ചേഴ്സിനൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ അത് മാത്രമല്ല ഈ മോഷൻ സിക്നസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, അത് കാറിൽ കയറി ഛർദ്ദിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഈ വണ്ടി കുറച്ച് സീനാണ്. എന്നുവെച്ചാൽ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ളതുകൊണ്ട് ഈ സസ്പെൻഷൻ സ്ലിപ്പായത് മോഷൻ സിക്നസ് ഉള്ള പലരും വണ്ടിക്കകത്ത് കയറിയിട്ട് ആ ഒരു ഫീഡ്ബാക്ക് എനിക്ക് വന്നിട്ടുണ്ട്, ഛർദ്ദിക്കാൻ തോന്നുന്നു എന്നുള്ള രീതിയിൽ. പിന്നെ വണ്ടിക്ക് സ്റ്റെബിലിറ്റി ഉണ്ട് കേട്ടോ. ഈ സസ്പെൻഷൻ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഹൈവേയിലൊക്കെ നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. കോർണറൊക്കെ നമുക്ക് വീശിയെടുക്കാം. പിന്നെ അടുത്ത സേഫ്റ്റി, 5 സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള കാറാണ്. സേഫ്റ്റിക്കൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, അത് ബേസ് കൺസ്ട്രക്ഷൻ, ഷാസി, അതിൻ്റെ അതുപോലെ അതിൻ്റെ പ്ലാറ്റ്ഫോം ഇതെല്ലാം സ്ട്രോങ്, അതൊരു കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല. ഈ പ്ലാസ്റ്റിക് കാര്യങ്ങളിലൊക്കെയാണ് ഒരു കോംപ്രമൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് സേഫ്റ്റി എല്ലാം ഉണ്ട്. എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ പറഞ്ഞാൽ 6 എയർ ബാഗ് ഉണ്ട്, 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട്, സെൻസറുകൾ, കാര്യങ്ങൾ, റിവേഴ്സ് ക്യാമറ, അങ്ങനത്തെ 360 ഡിഗ്രി ക്യാമറ, ഇതുപോലുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സുകളും ഈ കാറിനകത്തുണ്ട്. അടുത്ത സ്പേസ്, വണ്ടി നല്ല സ്പേഷ്യസ് ആണ്. നിങ്ങൾക്ക് ഈ മാഗ്നൻ്റെ 7,00,000 രൂപ വിലയ്ക്ക് കിട്ടാൻ പോകുന്ന മറ്റു ബ്രാൻഡിൻ്റെ കാറുകളെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹ്യുണ്ടായി ആണെങ്കിൽ ഒരു ഐ10 കിട്ടുമായിരിക്കും. സ്വിഫ്റ്റിൻ്റെ ബേസ് മോഡൽ പോലും കിട്ടില്ല. കിട്ടാൻ പോകുന്നത് 7,00,000 കിട്ടുന്നത് സെലേറിയോ ആയിരിക്കും. സെലേറിയോ റേഞ്ചുള്ള വണ്ടികൾ കിട്ടുള്ളൂ. അതുപോലെ ആ ഒരു ഹാച്ച് ബാക്ക്, ഇപ്പോൾ ടാറ്റയുടെ ആണെങ്കിൽ ടിയാഗോ, ഇതൊക്കെയാണ് 7,00,000 അത് ഹാച്ച് ബാക്ക് വണ്ടികൾ 7,00,000 കിട്ടുള്ളൂ. ഒരു സബ് 4 മീറ്റർ കോമ്പാക്ട് എസ് യു വി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും വേറെ ഏത് ബ്രാൻഡ് പോയാലും ഒരു 1,00,000 രൂപ 1,50,000 കൂടുതൽ കൊടുക്കണം. ലാവിഷ് ലെഗ് സ്പേസ് ആണ്. ഒരു ആവറേജ് സൈസ് ഹൈറ്റുള്ള ആളുകളൊക്കെയാണെങ്കിൽ സുഖമായിട്ടിരിക്കും. പിന്നെ അതിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്ന സെൻട്രൽ ടണലില്ല. പല വാഹനങ്ങളും സെൻട്രൽ ബാക്ക് സീറ്റിലിരിക്കുന്ന സെൻട്രലിലെ ടണൽ പൊങ്ങിയിരിക്കും. അപ്പോൾ നടുക്കിരിക്കുന്ന ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാല് വയ്ക്കാൻ പറ്റില്ല. നിസാൻ മാഗ്നൻ്റെ ആവശ്യമില്ല. അത് ഓൾമോസ്റ്റ് 99% ഫ്ലാറ്റ് ആണ്. ബൂട്ട് സ്പേസും ഉണ്ട്. ബൂട്ട് സ്പേസ് 350 ലിറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് ബൂട്ട് സ്പേസും ആവശ്യത്തിനുണ്ട്. നമുക്കൊരു ഫാമിലിക്ക് വേണ്ട സാധനമെല്ലാം വയ്ക്കാൻ ബൂട്ട് സ്പേസും ഉണ്ട്. സ്പേസിൻ്റെ കാര്യത്തിൽ വണ്ടി അടിപൊളിയാണ്. സ്പേസിൻ്റെ വലിപ്പത്തിൻ്റെയും ഡിസൈൻ്റെ കാര്യത്തിൽ വണ്ടി ഒന്നും പറയാനില്ല. പിന്നെ അടുത്തതാണ് സർവീസ് ആൻഡ് സർവീസ് കോസ്റ്റ്. സർവീസ് കോസ്റ്റ് ആദ്യം പറയാം. സർവീസ് കോസ്റ്റ് ജനറലി വർഷത്തിൽ 10,000 കിലോമീറ്ററിലാണ് സർവീസ് വരുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു 3,500-4,000 രൂപയ്ക്കാണ് കോസ്റ്റ് വരുള്ളൂ. ഇതിൻ്റെ പ്രശ്നമില്ല. പിന്നെ സർവീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സർവീസ് ഈ പറഞ്ഞ ഇയർലി സർവീസൊന്നും പ്രശ്നമൊന്നുമില്ല. അതല്ലാതെ എന്തെങ്കിലും സ്പെയർ പാർട്സ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ സർവീസും കൊടുത്താൽ ഇവരുടെ അടുത്ത് സ്റ്റോക്കില്ല. ഒരു മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവർക്ക് സർവീസ് സെൻ്ററുകൾ കുറവാണ്. ഇപ്പോൾ ഒരു ജില്ലയിൽ 1-2 സർവീസ് സെൻ്റർ ചിലപ്പോൾ കാണുള്ളൂ നിസാൻ. അപ്പോൾ നമ്മൾ അവരെ തന്നെ ആശ്രയിക്കേണ്ടി വരും. പിന്നെ അവരുടെ അടുത്താണെങ്കിൽ ഈ പറഞ്ഞ സ്പെയർ പാർട്സ് അവൈലബിൾ ആയിരിക്കില്ല എപ്പോഴും. നമ്മൾ ഓർഡർ ചെയ്ത് 1 മാസം 2 മാസം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ സ്പെയർ വരാനായിട്ട്. അപ്പോൾ അത്ര നാളത്തെ നമുക്കൊരു ടെയിൽ ലാമ്പ് പൊട്ടി പോവുകയാണെങ്കിൽ ആ ടെയിൽ ലാമ്പിന് വേണ്ടിയിട്ട് നമ്മൾ പൊട്ടിയ ടെയിൽ ലാമ്പ് കൊണ്ട് 1 മാസം വണ്ടി ഓടിച്ച് നടക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ എൻ്റെ കാറിൻ്റെ തന്നെ പവർ വിൻഡോയുടെ സ്വിച്ച് കംപ്ലൈൻ്റ് ആയി. ഞാനത് ഓട്ടോ എടുത്തിട്ട് ഇപ്പോൾ 2 മാസമാണ് പറയും. ഇതുവരെ അവർ വിളിച്ചിട്ടുമില്ല, ആ സ്പെയർ വന്നിട്ടുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഏരിയാസ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ വണ്ടി ആരെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫാമിലി കാറായിട്ട് നമുക്ക് ഡീസൻ്റ് ആയിട്ട് റോഡിലൂടെ സിറ്റിയിലൂടെയൊക്കെ ഓടിച്ചും കിടക്കുന്ന ഒരു ഫാമിലി മാനിന് പറ്റിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള അച്ഛനമ്മ മക്കളെല്ലാം കൊണ്ടുപോകാൻ പറ്റിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാറാണ്. നോൺ ടർബോ, നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള നിസാൻ്റെ ബേസ് വേരിയൻ്റ്, അല്ലെങ്കിൽ 10,00,000 താഴെ അതിൻ്റെ ടോപ്പിൻ്റെ വരെ വില വരുന്നുള്ളൂ. ആ ഒരു ബജറ്റിൽ സൂപ്പർ കാറാണ്, ഒന്നും പറയാനില്ല. വലിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോൺ ടർബോ എടുക്കരുത്, ടർബോ വേരിയൻ്റ് എടുക്കുക. ടർബോ വേരിയൻ്റ് അത്യാവശ്യം രസമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞാൽ ഇതിൽ ഞാൻ ഒബ്സർവ് ചെയ്തായിരുന്നു, ഇതിനകത്തൊന്നും ഈ വണ്ടിയിൽ ഒന്നും നമുക്ക് പെർഫെക്റ്റ് അല്ല. ഇതെല്ലാത്തിനും എന്തൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പക്ഷേ ഇതൊന്നും നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റാത്തതിൻ്റെ കാരണം അതിന് നമ്മൾ അത്രയും വില കൊടുക്കുന്നത്. നമ്മൾ ചില സമയത്ത് നമ്മൾ 7,00,000 രൂപ ഒരു വണ്ടിയിലേക്ക് നോക്കുമ്പോഴല്ല ഈ വണ്ടിയിലേക്ക് പലരും നോക്കുന്നത്. ഇപ്പോൾ വണ്ടി കുറച്ച് അറിയില്ലാത്ത ആളുകളൊക്കെ നമ്മൾ ഈ വണ്ടി കൊണ്ട് ഒരു കല്യാണത്തൊക്കെ ചെല്ലുമ്പോൾ അവരുടെ വിചാരം വീട്ടിൽ ഒരു 10-15 ലക്ഷം രൂപ വണ്ടിയാണെന്നാണ്. ആ ഒരു സംഭവം നമുക്ക് കിട്ടും. അത് നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ വാല്യൂ ഫോർ മണി എന്നുള്ളൊരു സെറ്റപ്പ് നമുക്കുണ്ട്. പിന്നെ റീസെയിൽ വാല്യൂ ഇല്ലേ വണ്ടിക്ക്, റീസെയിൽ വാല്യൂ വളരെ മോശമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് 7,00,000 രൂപയ്ക്ക് മേടിച്ച വണ്ടി 4-5 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ 3,50,000 രൂപ 4,00,000 രൂപ മാക്സിമം വിറ്റ് പോകും. അതേസമയം നിങ്ങൾ മാരുതിയുടെ വണ്ടി സ്വിഫ്റ്റാണ് 7,00,000 രൂപ മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ 3-4 കൊല്ലം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 5,00,000-6,00,000 രൂപയ്ക്ക് ചിലപ്പോൾ വിറ്റ് പോകും. മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട് സെക്കൻഡ് യൂസ്ഡ് കാറിന്, ഇതിന് മാർക്കറ്റ് ഡിമാൻഡ് ഇല്ല. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിൽ വച്ചേക്കുന്നു. ആ ഒരു നഷ്ടം നമ്മൾ സഹിക്കാൻ വേണ്ടിയിട്ടിരിക്കണം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞാൽ ഈ വണ്ടിയിലെല്ലാം പെർഫെക്റ്റ് അല്ല, എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ല, ഒരു അഗ്രസീവ് അല്ല. ഗിയർ ആണെങ്കിൽ കുറച്ച് ടൈറ്റാണ്, റിവേഴ്സിബിൾ കുറച്ച് വൈബ്രേഷൻ ഉണ്ട്, ബ്രേക്കിന് സൗണ്ട് ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാത്തിനും കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നമ്മളെ വഴി കിടത്താത്തൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ആരും അങ്ങനെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ മാത്രം, ടൈറ്റ് ബഡ്ജറ്റാണ്, നിങ്ങൾക്കൊരു വലിയ വണ്ടി വേണം, ഹാച്ച് ബാക്ക് എടുക്കാൻ പോകുന്ന ആളാണ്, പക്ഷേ വലിയ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ
ഷുവറായിട്ട് ഇതെടുക്കാം. നല്ല വണ്ടിയാണ്. വേറെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ വണ്ടി എടുത്താൽ ഫാമിലി ആയിട്ട് കൊണ്ടുവെക്കാൻ പറ്റിയതാണ്. അപ്പോൾ പറ്റുമെങ്കിൽ ടർബോ എടുക്കുക, അല്ലെങ്കിൽ നോൺ ടർബോ എടുക്കേണ്ടവർ സിറ്റിയിൽ യൂസ് ചെയ്യാനും ഇപ്പോൾ ലോക്കൽ നമ്മുടെ ബന്ധു വീട്ടിലൊക്കെ പോകാനും അങ്ങനെയൊക്കെയുള്ള പർപ്പസിനൊക്കെ നല്ല കാറാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ തീരുമാനത്തിലെത്തുക. ഓക്കെ, അപ്പോൾ ബൈ.